ഒന്നാമത് ഏത് കാലത്തും ഇങ്ങനെ വിട്ടുപോകുമ്പോൾ കുറച്ച് പേര് അവിടെ തന്നെ നിൽക്കുകയും കുറച്ച് പേര് വിട്ടുപോവുകയും ചെയ്യും. അത് കേരള കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ കെ എം മാണി ബാലകൃഷ്ണപിള്ള വിട്ടുപോയപ്പോഴും ലോനപ്പൻ നമ്പാടൻ മറുകണ്ടം ചാടി, നമുക്ക് ഓർമ്മയുണ്ട്. 81 അവസാനം, അല്ലെ 82 ആദ്യം, അങ്ങനെയാണ് കരുണാകരൻ്റെ കാസ്റ്റിക് മന്ത്രിസഭ തകർന്നത്. അതുപോലെ പി ജെ ജോസഫും മോൻസും കുരുവിളയും വിട്ടുപോയപ്പോഴും സുരേന്ദ്രൻപിള്ള അവിടെ തന്നെ നിന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ചാൾ മന്ത്രിയാവാൻ പറ്റി. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസ് കെ മാണി വിട്ടുപോയപ്പോഴും തോമസ് ഉണ്ണിയാടനും സി എഫ് തോമസും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ കൂട്ടാക്കില്ല. ഈവൻ സജി മഞ്ഞക്കടമ്പം പോലും പോയില്ല. അവർ യു ഡി എഫിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെട്ടു. അതുകൊണ്ട് അതുവരെ മാണി ഗ്രൂപ്പുകാരായിരുന്നെങ്കിലും ആ സമയത്ത് അവർ ജോസഫ് ഗ്രൂപ്പുകാരായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കേരള കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി വിട്ടുപോയി എന്ന് വെച്ച് പാർട്ടി ആദ്യം മധ്യാന്തം വിട്ടുപോയിക്കൊള്ളാം എന്ന് നിർബന്ധമില്ല. ജോസ് കെ മാണി പോകാം, ജോബ് മൈക്കിൾ പോകാം, ഭൂരിപക്ഷ തീരുമാനപ്രകാരം വേണമെങ്കിൽ ഡോക്ടർ ജയരാജ് പോകാം. പക്ഷേ റോഷി അഗസ്റ്റിൻ പോകണമെന്നില്ല. പാർട്ടി വേണമെങ്കിൽ പിളരാം. കാരണം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരേ സമയത്ത് 2 നേതാക്കന്മാരുണ്ടാവാൻ പറ്റില്ല. 2 നേതാവുണ്ടായാൽ അപ്പം പിളരും. അതുകൊണ്ട് കേരള കോൺഗ്രസ് റോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകുമായിരുന്നു. അവർ പോയില്ലായിരുന്നു. അവർ പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പോകുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല അടിയൊഴുക്കുകളും ഇതിൻ്റെ അകത്തുണ്ട്, അന്തർനാടകങ്ങളുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പാർട്ടി പിളരും. എന്ന് മാത്രമല്ല ബഹുജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടാവും. ജനങ്ങൾ ഇതുവരെയും 5 കൊല്ലം ഇവർ ഇതിൽ അനുഭവം പറ്റിക്കൊണ്ടിരുന്ന ആളുകളാണല്ലോ. ഇനിയിപ്പോൾ മുന്നണി വിട്ട് മുന്നണി മാറിക്കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവരോട് രോഷമുണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും ജോസ് കെ മാണി പാലായിൽ നിന്ന് ജയിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല. അതാണ് പ്രശ്നം. അദ്ദേഹം യു ഡി എഫിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ മാണി സി കാപ്പൻ എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ പുള്ളിയായിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് സ്വന്തം സീറ്റായ പാല പോലും ഉറപ്പിച്ച് മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇതാണ് സാധാരണ പ്രശ്നം. റോഷി അഗസ്റ്റിൻ പാലക്കാരനാണ്. അതെ, അത് ഇടുക്കിയിൽ പോയി മത്സരിക്കുന്നു, ജയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പാല ഒരു തട്ടകമായിട്ട് കിട്ടണമെങ്കിൽ ഭാവിയിലേക്കെങ്കിലും ജോസ് കെ മാണിയിൽ മുമ്പിൽ നിന്ന് മാറണമല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സമയത്ത് 2 നേതാക്കന്മാരുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാർട്ടി പിളരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിവിടെയും ആവർത്തിക്കും. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭാ അധികാരത്തിൽ ഒരു ജോസ് കെ മാണി തോറ്റ് റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുകയും ചെയ്തപ്പോൾ തന്നെ നടത്തിയൊരു പ്രവചനമുണ്ട്. അധികം വൈകാതെ ഈ ജോസ് മാണി ഗ്രൂപ്പ് പിളരും, കേരള കോൺഗ്രസ് റോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകും ഏതാണ്. അതിപ്പോൾ ഉണ്ടായേനെ. ഇപ്പോൾ ജോസ് കെ മാണി തൽക്കാലം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് റോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റോ ഉണ്ടായേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാരും കാണാത്ത രീതിയിലുള്ള അടിയൊഴുക്കുകളുമുണ്ട്. കോൺഗ്രസിൽ തന്നെ പല ആളുകളും ജോസ് കെ മാണി വരണമെന്ന് പറയുമ്പോൾ തന്നെ വന്നിട്ട് വേണം അവനിട്ടൊരു പണി കൊടുക്കാൻ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എൽ ഡി എഫിൽ നിൽക്കണം നല്ലത്. പിന്നെ ഒരു കാര്യം ലിയോ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. ഈ സിറ്റിംഗ് സീറ്റുകൾ ഒരിക്കലും സി പി എം മറ്റ് പാർട്ടികൾക്ക് കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ 2 സിറ്റിംഗ് സീറ്റുകളാണ്. ഒന്ന് റാന്നി, എത്രയോ തവണയായിട്ട് നമ്മുടെ ഇത് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് രാജു അബ്രഹാമിന് മാറ്റിയിട്ടാണ് ആ സീറ്റ് പ്രമോദ് നാരായണന് കൊടുത്തത്. അദ്ദേഹം ജയിച്ചു. അത് വേറൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നു ചാലക്കുടി. ബി ഡി ദേവസ്യം 3 തവണ ജയിച്ച സീറ്റാണ്. ദേവസ്യം നിന്ന് കണ്ണും പൂട്ടി ജയിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ദേവസ്യം മാറ്റിയിട്ട് ആ സീറ്റ് ഇവർക്ക് കൊടുത്തു. കേരള കോൺഗ്രസ് മാണി കൊടുത്തു. മാണിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റുപോയി. അപ്പോൾ സിറ്റിംഗ് സീറ്റ് പോലും വിട്ടുകൊടുത്ത് ത്യാഗം ചെയ്തിട്ടാണ് സി പി എം ജോസ് മാണി ഗ്രൂപ്പിനെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒക്കത്തെടുത്ത് കൊണ്ടുവന്ന് കാഴ്ചകളൊക്കെ കാണിച്ച് അമ്പളിയമ്മാവനെ കാണിച്ചു കൊടുത്താണ് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം അത് വളരെ രുചിയോടി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അത് പോരാ, ഇനി ഇത്ര നാളും അമ്മയുടെ ഒക്കത്തിരുന്നല്ലോ, ഇനി കുറച്ച് ആൾ ചിറ്റമ്മയുടെ ഒക്കത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എടുത്ത് ചാടി അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ മുന്നണി വിട്ട് മുന്നണി മാറുന്നതിൻ്റെ രഹസ്യം. ഇതാണ്.